ജിത്തു ജോസഫ് എന്ന സംവിധായകനെക്കുറിച്ച് പറയുകയാണ് പലരും. കാരണം ദൃശ്യം 3 എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ദൃശ്യം 3യെക്കുറിച്ച് പറയുമ്പോൾ ജിത്തു ജോസഫ് എന്ന ബ്രില്യൻ ഡയറക്ടറെക്കുറിച്ചും പറയേണ്ടതുണ്ട്. എന്നാൽ ദൃശ്യം 2 ഒരിക്കൽ സമയത്ത് അദ്ദേഹത്തിന് വലിയ പഴികൾ കേൾക്കേണ്ടി വന്നു. മേക്കിംഗ് ക്വാളിറ്റിയെക്കുറിച്ചായിരുന്നു പ്രേക്ഷകരെല്ലാം പഴി പറഞ്ഞത്. എന്നാൽ ദൃശ്യം 3യിലേക്ക് എത്തുമ്പോൾ ആ മേക്കിംഗ് ക്വാളിറ്റി മാറ്റണം, ഗംഭീരമായി ചെയ്യണമെന്നുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കിടിലൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അദ്ദേഹം, അതിൽ യാതൊരു സംശയവുമില്ല. നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ ഡയറക്ഷൻ മേക്കിംഗ് വളരെ മോശമാണ് എന്നത് പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരാളെ കുറിച്ചുകൂടി കമ്പയർ ചെയ്തുകൊണ്ട് പ്രേക്ഷകർ കിടിലൻ ഡയറക്ടറാണ്, മികച്ച മേക്കിംഗ് ആണ്, പ്രേക്ഷകരെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചിരുത്താൻ കഴിവുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മോശമായി തുടങ്ങി. മെർസൽ എന്ന ചിത്രം വേറൊരു സ്ക്രിപ്റ്റ് റൈറ്ററെ വെച്ച് എടുത്തപ്പോൾ മികച്ച അനുഭവം ആയിരുന്നു. പറഞ്ഞു വരുന്നത് അറ്റ്ലിയെക്കുറിച്ചാണ്. രണ്ടുപേരുടെയും ക്വാളിറ്റിയെക്കുറിച്ച് കമ്പയർ ചെയ്യുകയായിരുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ. എന്നാൽ ജിത്തു സ്ക്രിപ്റ്റ് ഒരുക്കിയ വേറെ ഡയറക്ടർമാർ ചെയ്ത മൂവീസ് വിജയം വരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു പരമാർത്ഥമാണ്. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ എത്രയൊക്കെ ഹേറ്റുള്ള ഡയറക്ടറായിട്ടും അറ്റ്ലിയുടെ ഒരു പടം പോലും പരാജയപ്പെട്ടില്ല എന്നതാണ് കൗതുകം. ഷാറുഖ് ഖാൻ പടം വരെ പ്രമുഖരെക്കാൾ മുന്നേ 1000 കോടി നേടിയിരുന്നു. അടുത്ത പ്രോജക്റ്റ് അല്ലുവിനെ വെച്ച് തെലുങ്കിൽ എടുക്കുന്നു. ഈ ചിത്രത്തിലേക്ക് ഹോളിവുഡിൽ നിന്നും വിൽ സ്മിത്ത് വരെ വില്ലനായി എത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയും ചെയ്തു. അത്രയ്ക്ക് വലിയ ക്യാൻവാസിലാണ് അറ്റ്ലി ചിത്രം ഒരുക്കാൻ പോകുന്നത്. അറ്റ്ലിക്കെതിരെ ഹേറ്റ് പടച്ചുവിടുന്നവർ പോലും അയാളുടെ പടം കയറി കാണും എന്നതൊരു വാസ്തവമാണ്. ജിത്തുവിൻ്റെ കാര്യമെടുത്താൽ മേക്കിംഗ് ഒരുപാട് വിമർശനങ്ങൾ കേട്ട മൂവീസ് എല്ലാം വലിയ വിജയങ്ങളായി എന്നുള്ളതാണ്. ജിത്തുവിൻ്റെ ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റിൽ അറ്റ്ലി ഒരു പടം എടുക്കണം എന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. മേക്കിങ്ങിനെ കുറിച്ച് പലപ്പോഴും ജിത്തു ജോസഫിനെ വിമർശിക്കുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം. ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ തോന്നലിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതായിരിക്കും എപ്പോഴും നല്ലത്. അത് നല്ല രീതിയിൽ വന്നാൽ പോസിറ്റീവാകും. കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിച്ചാൽ വലിയ പ്രശ്നമാണ്. പിന്നെ അതിനകത്ത് ഓരോന്ന് ചെയ്യാൻ പേടിയാകും. പലർക്കും പറ്റുന്നത് അവർ വർഷങ്ങളോളം അസിസ്റ്റ് ചെയ്തിട്ട് അവരുടെ സീനിയർ അല്ലെങ്കിൽ ഗുരു ചെയ്യുന്നത് കണ്ട് അത് മനസ്സിൽ പതിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ സ്റ്റൈൽ മാറാൻ ഒരു പ്രശ്നമുണ്ടാകും. ഇത് തെറ്റാണോ എന്നൊരു ഫീൽ വരും. ജിത്തു ജോസഫ് പറഞ്ഞു വെച്ചതും ഈ ഒരു രീതിയിലാണ്. നമ്മൾ മേക്കിങ്ങിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ജിത്തു ജോസഫ് എന്ന മേക്കർ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തായാലും ദൃശ്യം 3യിൽ ദൃശ്യം 2ൻ്റെ കണക്കൊരു മേക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ജിത്തു ജോസഫിന്റെ ഏറ്റവും മികച്ച വർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ റാം എന്ന ചിത്രം തന്നെയാണ്. റാം എന്ന ചിത്രത്തിൽ ജിത്തു ജോസഫിന്റെ ബ്രില്യൻ മേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം റാം അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ റാം എന്ന് ചിത്രീകരണം തുടങ്ങും എന്നത് തന്നെയാണ് എല്ലാവരുടെയും വലിയ ചോദ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് മലയാള സിനിമാ പ്രേക്ഷകർ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോംബോയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യം മലയാളത്തിലെ വലിയ ഹിറ്റുകൾ തന്ന ആൾക്കാരും 4 വർഷത്തിൽ കൂടുതലായി റാം എന്ന സിനിമ മുടങ്ങിക്കിടന്നിട്ട് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ എന്നും അടുത്തിടെ അപ്ഡേറ്റുകൾ വന്നിരുന്നു. 2019 ചിത്രം അനൗൺസ് ചെയ്തത്. ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ സ്വീകരിച്ചതും. എന്നാൽ നിർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ചിത്രത്തെ കാത്തിരുന്നത്. 2020 ഷൂട്ടിംഗ് ആരംഭിച്ചതിനു പിന്നാലെ കോവിഡ് മഹാമാരി എത്തി. തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ലോക്ക്ഡൌണിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചിരുന്നു. ചിത്രീകരണം പകുതിയിലധികം തീർന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി. തുടർന്ന് ചിത്രം ഉപേക്ഷിക്കാനുള്ള റിപ്പോർട്ടുകളും വന്നു. എന്നിരുന്നാലും ഇത് പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് പ്രേക്ഷകർ. ഈ വർഷം തന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് പല റിപ്പോർട്ടുകളും നേരത്തെ വന്നപ്പോൾ ദൃശ്യം 3 ആണ് ഈ വർഷം അവർ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒക്ടോബറിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി റാം എന്ന ചിത്രം. എന്തായാലും വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നിർത്തിവെച്ചു എന്ന് അണിയറ പ്രവർത്തകരോ മോഹൻലാലോ ജിത്തു ജോസഫോ പറഞ്ഞിട്ടില്ല. കൂടാതെ അടുത്തിടെ ഒരു വാർത്ത കേട്ടത് റാം എന്ന ചിത്രത്തെ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു എന്നതാണ്. ഗോകുലം മൂവീസ് ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു ടോക്ക് കൂടി നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ജിത്തു ജോസഫിന്റെ ഒരു കിടിലൻ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് റാമിലായിരിക്കും എന്നത് ഏറ്റവും ബോധ്യമായ ഒരു കാര്യമാണ്. അതിൽ വലിയ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. ഇനി അത് ഇറങ്ങിയാലേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും കാത്തിരിക്കാം റാം എന്ന ചിത്രത്തിന്റെ ഒരു തിരിച്ചുവരവിനായി.